നെയ്മർ ജൂനിയർ ഗ്രൂപ്പ് പരിശീലനം തുടങ്ങി എന്നുള്ള ഫോട്ടോസും അതിൻ്റേതായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അൽ ഹിലാലിൻ്റെ കോച്ചുമായിട്ട് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ നെയ്മറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നെയ്മറിന് ഇനിയും ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നെയ്മർ കളത്തിലിറങ്ങാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് മത്സരത്തിന് ഇറക്കിയിട്ട് റിസ്ക് എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ മാതിരി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു താരം ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടങ്ങളായിട്ട് അദ്ദേഹം പതിയെ മത്സരങ്ങളിലേക്ക് വരലാണ് പതിവ്. ടീമിലൊക്കെ എപ്പോഴും സ്റ്റാർട്ടിങ് 11 ഉണ്ടാവുന്ന ഒരു താരമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ 11ലേക്ക് തിരിച്ചെത്തും. അല്ലാന്നുണ്ടെങ്കിൽ പതിയെ പകരക്കാരനായിട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ അദ്ദേഹം സ്ഥിരതയുള്ളൊരു താരമാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിലവിൽ ഇപ്പോൾ നെയ്മറിൻ്റെ സ്റ്റാറ്റസ് ഉള്ളത്. അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. കുറച്ച് മുന്നേ വന്നിട്ടുള്ളൊരു അപ്ഡേഷൻ അറിയുമ്പോൾ നെയ്മർ മത്സരത്തിലേക്ക് തിരിച്ചെത്താൻ ജനുവരി വരെയൊക്കെ ആവും എന്നുള്ളതാണ്. ശരിയാണ്, സൗദി പ്രോ ലീഗിൽ ഇനി അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനുവരി വരെയൊക്കെ ആവണം. എങ്കിലും ഇത്രയും കാലയളവ് എന്തിനാണ് നെയ്മറിനെ പുറത്തിരുത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കാരണം ഒരു സൂപ്പർ താരമാണ്. അൽ ഹിലാലിന് എത്തിയതിന് ശേഷം കാര്യമായിട്ടുള്ള മത്സരങ്ങളൊന്നും നെയ്മറിന് കളിക്കാൻ പറ്റിയിട്ടില്ല. ഒരു വർഷത്തോളം ടീമിന് പുറത്താണ്. പിന്നെ ഇതുപോലുള്ളൊരു അവസരം, ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ വന്നിക്കുമ്പോൾ ഇത്രയും നല്ലൊരു താരത്തെ എന്തിനാണ് പുറത്തിരുത്തുന്നത് എന്നുള്ളതാണ്. നെയ്മറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അൽ ഹിലാലിൻ്റെ ക്ലബിൻ്റെ കാര്യത്തിലല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വേണ്ടത് ഇപ്പോൾ ബ്രസീലിനാണ്. ബ്രസീലിന് ഇപ്പോൾ അദ്ദേഹം നിർബന്ധമാണ്. ബ്രസീൽ ഫാൻസൊക്കെ ബ്രസീലിൻ്റെ ഓരോ മത്സരങ്ങളും കാത്തിരിക്കുന്ന നെയ്മറിനെ പോലുള്ള താരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ കാട്ടിലുപരി ഇപ്പോൾ ബ്രസീലിൻ്റെ മത്സരം കാണുന്നുണ്ടെങ്കിൽ, ബ്രസീലിൻ്റെ ഒരു മത്സരത്തിനോ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നെയ്മർ എത്തിയേ തീരുവാരവസ്ഥയിലാണ്. പക്ഷെ എങ്കിലും ഇപ്പോൾ ഈ ഒരു മാസം 2-3 മാസം കാലയളവിൽ എന്തിനാണ് ഇത്രയും ദീർഘിപ്പിക്കുന്നത് അദ്ദേഹത്തെ കളത്തിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആളുകൾക്ക് സംശയം ഉണരുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ഗ്രൂപ്പ് ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടീമിലേക്ക് തിരിച്ചെത്തേണ്ട സാഹചര്യത്തിൽ ജനുവരിയിലേക്ക് നീട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല.